ദൂരത്തും ചാരത്തും വിവിധ ഭവനങ്ങൾക്കകത്തും വീതിയിലുമൊക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും പ്രബുദ്ധരും നല്ലവരും ഈശ്വരഭക്തരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എവിടെ നോക്കിയാലും കൊലപാതകങ്ങളും, എവിടെ നോക്കിയാലും ആത്മഹത്യകളും, എവിടെ നോക്കിയാലും പീഡനങ്ങളും, ലഹരി മരുന്നും അതുപോലെ മയക്കുമരുന്നും വരുത്തി വെക്കുന്ന വിലകളും അതിനെക്കുറിച്ചുള്ള വാർത്തകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്ത ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ പോകുന്നത്. സമാധാനം നഷ്ടപ്പെട്ടവരായി ഒരു തുണ്ട് കയറിനകത്തും റെയിൽവേ ട്രാക്കിലുമൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ വാർത്തകൾ ദിനംതോറും വന്നുകൊണ്ടിരിക്കുകയാണ്. മാരകമായ ചൂഷണങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും പീഡനങ്ങൾക്കുമൊക്കെ ഇരയായി ജീവിതത്തിൽ നൈരാശ്യം ബാധിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ മാനസിക നില തകർന്ന ട്രെയിൻ അഴിവെച്ചും അതുപോലെ ഒരു മുഴം കയറിനകത്തുമൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരുടെ വാർത്തകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ അത് എല്ലാ ദിവസത്തെയും ദിനപത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യൗവനക്കാരായ കുഞ്ഞുങ്ങളടക്കം ലഹരി മരുന്നും അതുപോലെയുള്ള മാരകമായ MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികളൊക്കെ ഉപയോഗിച്ച് നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആൺകുട്ടികളെന്നില്ല, പെൺകുട്ടികളിലെന്ന പ്രായ വ്യത്യാസമില്ല, വീട്ടമ്മമാരെന്നില്ല, സകലരും ഇത്തരം മാരകമായ അനുഭവങ്ങൾക്കകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരന്തരമായി ലഹരി മരുന്ന് ഉപയോഗിച്ച് പലരുടെയും മാനസിക നില തെറ്റി നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളും നമ്മുടെ കൗൺസിലിംഗ് സെന്ററുകളും ഒക്കെ യൗവനക്കാരായ വ്യക്തികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും MDMAയും LSD സ്റ്റാമ്പും പോലെയൊക്കെയുള്ള നിരവധിയായ കഞ്ചാവ് തുടങ്ങിയ ഹെറോയിൻ തുടങ്ങി കോടിക്കണക്കിന് രൂപ വിലയുള്ള മയക്കുമരുന്നുകൾ ദിനംതോറും നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഇവിടത്തെ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ചേർന്ന് പിടികൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? MDMAയുമായി പിടികൂടുന്നതിൽ നല്ലൊരു ശതമാനവും പെൺകുട്ടികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ലഹരി മരുന്നിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗം ഏതെങ്കിലും പുരുഷന്മാരിലോ അല്ലെങ്കിൽ പ്രായമുള്ളവരിലോ ഒതുക്കി നിർത്താൻ കഴിയില്ല. മറിച്ച് അത് സ്ത്രീകളിലേക്കും യൗവനക്കാരിലേക്കും കുഞ്ഞുങ്ങളിലേക്കും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളിലേക്കും ഒക്കെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വാർത്തകളിൽ നിറയുന്ന ഈ പിടിച്ചെടുക്കുന്ന ലഹരി മരുന്നിനേക്കാൾ എത്ര അധികമായിട്ടുള്ള ലഹരി മരുന്നാണ് ദേശത്ത് ഉപയോഗിക്കപ്പെടുന്നത്. എന്താണ് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതോടെ സംഭവിക്കുന്നത്? ഈ ലഹരി മരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തികളുടെ ശാരീരികമായി അവസ്ഥകൾക്കെല്ലാം വല്ലാത്ത തകർച്ചകൾ നേരിടുകയാണ്. ചില നാളുകൾ കൊണ്ട് അവർ രോഗികളായി മാറുകയാണ്. മദ്യം ഉപയോഗിച്ച് ലിവർ സിറോസിസ് വന്ന ഒരുപാട് പേരുടെ ചരിത്രം നമ്മുടെ ചുറ്റിലുമുണ്ട്. പുകവലിച്ചും കഞ്ചാവ് വലിച്ചും ശ്വാസകോശ അർബുദം ബാധിച്ചവരുടെ ചരിത്രങ്ങൾ ചുറ്റിലുമുണ്ട്. ഇതിനൊക്കെ ഉപരിയായി സിന്തറ്റിക് ലഹരികൾ ഉപയോഗിച്ച് വല്ലാതെ തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് ശാരീരികമായി തകർക്കപ്പെടുന്നു, കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടുന്നു, സാമ്പത്തികമായി തകർക്കപ്പെടുന്നു, ഏറ്റവും ഒടുവിൽ മാനസിക നില തെറ്റുന്നു, ഏറ്റവും അവസാനമായി ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇതായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രൊഫഷണൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പ്രൊഫഷണൽ കോളേജുകളൊക്കെ ഇന്ന് ഇത്തരത്തിലുള്ള ലഹരി മരുന്നിന്റെ പിടിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഠിക്കാൻ വിടുന്ന കുഞ്ഞുങ്ങളുടെ ഹോസ്റ്റലുകൾക്കകത്തും ഹോസ്റ്റൽ റൂമിനകത്തുമൊക്കെ ഇത്തരത്തിലുള്ള കഞ്ചാവും ഇതുപോലെയുള്ള മയക്കുമരുന്നുകളും ഒക്കെ പിടിക്കപ്പെട്ട കഥകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരും എല്ലാ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ടവരും, അതിനകത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും മുതിർന്നവരും കുഞ്ഞുങ്ങളും എല്ലാവരും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട വല്ലാത്തൊരു കാലഘട്ടത്തിന്റെ നടുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ലഹരി മരുന്ന് ഈ കാലഘട്ടത്തിലാണോ ഇതുണ്ടായത്? അല്ല, മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളത് തന്നെയാണ് ലഹരിയുടെ ഉപയോഗമൊക്കെ. എന്നാൽ അന്ന് മനുഷ്യൻ ഇത്രത്തോളം വളർന്നിട്ടില്ല. മനുഷ്യൻ സാംസ്കാരികമായും ശാസ്ത്രീയമായും വാണിജ്യപരമായും വ്യവസായപരമായും ഒക്കെ അവൻ വികാസം പ്രാപിച്ചപ്പോ അവൻ പലതരത്തിലുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ശൂന്യാകാശത്തിൽ ദിവസങ്ങളോളം താമസിക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്കൊക്കെ മനുഷ്യൻ മാറിയപ്പോ അവന്റെ ലഹരി മരുന്നിന്റെ ഉപയോഗവും പുതിയ തരത്തിലുള്ള ലഹരി മരുന്നുകളും അവൻ കണ്ടെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമ്മൾ ഈ MDMA കുറിച്ച് കേട്ടിട്ടില്ല, LSD ശാമനെ കുറിച്ച് കേട്ടിട്ടില്ല, ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന പല ലഹരി മരുന്നുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. എന്നാൽ മനുഷ്യൻ ശാസ്ത്രീയമായി വികസിക്കുമ്പോ, മനുഷ്യന്റെ ബുദ്ധി വികസിച്ച അവൻ ലോകത്തെ കൈക്കുമ്പിളിലാക്കി അവൻ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവരോടൊപ്പം ഈ ലഹരിയും പല രൂപത്തിൽ വളർന്ന് ഇന്ന് മാനവകുലത്തെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ മാത്രമാണോ? അല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നേ. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. ഇനി ഇന്ത്യയിൽ മാത്രമാണോ? അല്ല, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. കർക്കശമായ നിയമങ്ങളുള്ള സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ ലഹരിയും ഇതുപോലുള്ള MDMA ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണോ? അല്ലെന്നേ. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്. അതിനകത്ത് ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, സിഖുകാരനുണ്ട്, പാഴ്സിയുണ്ട്, എല്ലാവരും ഇതിനകത്തൊക്കെ ഉണ്ട്. എല്ലാ മതക്കാരും ഉണ്ട്. അപ്പോ മതത്തിന്റെ വ്യത്യാസമില്ല, ജാതിയുടെ വ്യത്യാസമില്ല, സംസ്ഥാനത്തിന്റെ വ്യത്യാസമില്ല, രാജ്യങ്ങളുടെ വ്യത്യാസമില്ല, ഭാഷകളുടെ വ്യത്യാസമില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു പതിവുണ്ട്, ഏത് ക്രിമിനൽ സ്വഭാവത്തിൽ ആര് പിടിക്കപ്പെട്ടാലും ബംഗാളിയാണെന്ന് പറഞ്ഞ് അവന്റെ മേലിൽ ചാരിയിട്ട് രക്ഷപ്പെടുന്ന മലയാളിയുടെ സ്വഭാവം ഇന്ന് നാട്ടിലുണ്ട്. എന്നാൽ ആ ബംഗാളി മാത്രമല്ല, മലയാളിയും ഇതിനകത്ത് അകപ്പെട്ട് നിൽക്കുകയാ. എല്ലാ ഭാഷ സംസാരിക്കുന്നവരും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ട് വല്ലാത്ത ഒരു തകർച്ചയിലേക്ക് പോകുമ്പോ ഈ തെരിക്കോടിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാറുണ്ട്, ഇതിൽ നിന്ന് പുറത്തു വരുവാൻ മനുഷ്യന് കഴിയും. മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്കും കൗൺസിലിംഗ് സെന്ററുകൾക്കും ഈ യോഗാഭ്യാസത്തിനും മെസ്മറിസത്തിനും ഹിപ്നോട്ടിസത്തിനും അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റിനും അതിനപ്പുറമായി മതപരമായ പഠനങ്ങൾക്കും മതപരമായ ആഘോഷങ്ങൾക്കും മതപരമായ വിദ്യാഭ്യാസത്തിനും ഒന്നും മനുഷ്യനെ സമ്പൂർണമായി ഇതിൽ നിന്ന് വിടുവിക്കാൻ കഴിയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ അവന്റെ അകത്ത് രൂഢമൂലമായി തിന്മ വസിക്കുകയാണ്. മനുഷ്യന്റെ അകത്ത് ഇരുട്ട് വസിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് ദേശക്കാരനാകട്ടെ, അവന്റെ അകത്ത് ഇരുട്ട് വസിക്കുകയാണ്, തിന്മ വസിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ തിരിക്കൊണ്ട് നിന്നുകൊണ്ട് ഇത് പറയുന്നു. അതിലെ പാപം എന്നാണ് വേദപുസ്തകം പറയുന്നത്. മനുഷ്യന്റെ അകത്ത് പാപം വസിക്കുന്നു. എന്താണ് പാപം? പാപത്തെ കുറിച്ച് പല നിർവചനങ്ങളുടെ പാപം അധർമ്മമാണ്, അനീതിയാണ്, പാപം അല്ലെങ്കിൽ തിന്മയാണ്, പാപം ഇരുട്ടാണ്. ഇങ്ങനെ പലതരത്തിലുള്ള നിർവചനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, പാപം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധം നഷ്ടപ്പെടുന്ന അനുഭവമാണ് പാപം. ഒരു മനുഷ്യന് ദൈവത്തോട് ബന്ധമില്ലാതെ വരുമ്പോൾ അവന്റെ അകത്ത് പ്രവേശിക്കുന്നതിനെയാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടാണ് ജനിക്കുന്നത്. കാരണം ആദിമ മനുഷ്യൻ പാപം ചെയ്തത് മുതൽ തലമുറയായി മനുഷ്യനിലേക്ക് പാപം പ്രവേശിച്ചിരിക്കുകയാണ്. ഒരൊറ്റ മനുഷ്യനെയാണ് വേദപുസ്തക പ്രകാരം ദൈവം സ്വന്തം കൈകൊണ്ട് മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് ജീവശ്വാസം കൊടുത്ത് മനുഷ്യനാക്കി മാറ്റിയത്. എന്നാ ആ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിലും കൂട്ടായ്മയിലും ദൈവം അവന്റെ അകത്ത് പകർന്ന വിശുദ്ധിയിലും നീതിയിലും സ്നേഹത്തിലും ഒന്നും നിൽക്കാതെ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ പാപം പ്രവേശിച്ചു. അങ്ങനെ ആദിമ മനുഷ്യന്റെ ഉള്ളിൽ പാപം പ്രവേശിച്ചത് മുതൽ ഇന്ന് ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടാണ് ജനിക്കുന്നത്. അതുകൊണ്ടാ നമുക്കൊക്കെ തിന്മയുടെ വാസന ഉൾത്തടത്തിൽ കിടക്കുന്നത്. എന്നെ കേൾക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല ഞങ്ങൾ പാപികളല്ല എന്ന്. കാരണം എന്താന്ന് ചോദിച്ചാൽ പാപം പ്രവൃത്തിയിൽ മാത്രമല്ല, കള്ളം ചെയ്തത് കൊണ്ട്, ഏതെങ്കിലും തിന്മ ആരെങ്കിലും മോഷ്ടിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ആരെയെങ്കിലും പീഡിപ്പിച്ചത് കൊണ്ട്, അതല്ലെങ്കിൽ ആരെങ്കിലും അക്രമം ചെയ്തുകൊണ്ട്, കൊലപാതകം ചെയ്തുകൊണ്ട്, മർദ്ദിച്ചത് കൊണ്ട് മാത്രമല്ല പാപം. ഒരു തിന്മയെ കുറിച്ച് മനസ്സിനകത്ത് ചിന്തിക്കുന്നത് പോലും പാപമാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നതനുസരിച്ച് അത് പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ പോലും ഉദിക്കുന്നതും പാപമായി മാറുകയാണ്. അങ്ങനെ പാപം എല്ലാ മനുഷ്യരും, അത് ഏറിയും കുറഞ്ഞും പാപമില്ല. സരസമായ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, കപ്പൽ മോഷ്ടിക്കുന്നതും കപ്പലണ്ടി മോഷ്ടിക്കുന്നതും ദൈവദൃഷ്ടിയിൽ ഒരുപോലെ പാപമാണെന്ന്. ചെറുതായാലും വലുതായാലും നമ്മുടെ അകത്തൊരു തിന്മയുടെ ചിന്ത വരുമ്പോഴും നമ്മൾ പാപത്തിന്റെ പട്ടികയ്ക്കകത്താണ്. അതുകൊണ്ട് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, സകല മനുഷ്യനും
പാപികളാണ്, ആർക്കും അതിൽ നിന്ന് ഒഴിവില്ല എന്ന പാപിയായ മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു പുതു മനുഷ്യനായി ജീവിക്കുവാൻ, ഒരു പുതു സൃഷ്ടിയായി ജീവിക്കുവാൻ, പുതുക്കപ്പെട്ട വ്യക്തിയായി ജീവിക്കുവാൻ സ്വർഗമൊരുക്കിയ പദ്ധതിയാണ് ഈ ദേശത്തും ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യ സുവിശേഷം. ഈ സുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. ഇതൊരു മതത്തെ കുറിച്ചല്ല, സംഘടനയെ കുറിച്ചല്ല. ഇത് മാനവകുലത്തെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്ന അഖില ലോക രക്ഷിതാവായ, മാനവകുലത്തിന്റെ രക്ഷിതാവായ, മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ സ്വന്തം പ്രാണൻ നൽകിയ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ പറയാം, ഇതേതെങ്കിലും പള്ളിക്കകത്തോ ഓഡിറ്റോറിയത്തിനകത്തോ ഒക്കെ പ്രസംഗിച്ചാൽ പോരെ. പക്ഷേ സകല മനുഷ്യനും പാപിയായതുകൊണ്ട് മനുഷ്യന് മാനസാന്തരവും മനുഷ്യന് രക്ഷയും മനുഷ്യനൊരു പുതുസൃഷ്ടിയുമായി മാറുവാൻ മറ്റൊരു മാർഗവുമില്ല. ഒരൊറ്റ മാർഗമേ ദൈവം വെച്ചിട്ടുള്ളൂ, അത് യേശു ക്രിസ്തു എന്ന ഏക മാർഗം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്? യേശു ക്രിസ്തു മാത്രമാണ് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള തന്റെ സമത്വത്തിൽ വസിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരൂപത്തിൽ, മനുഷ്യന്റെ സാദൃശ്യത്തിൽ നമ്മെ പോലെ നമ്മിൽ ഒരുത്തനായി ഭൂമിയിലേക്ക് വന്ന ദൈവം യേശുവാണ്. ഒരൊറ്റ അവതാരം മാത്രമേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് വേദപുസ്തകം പറയുന്നു. ഒരേ ഒരു അവതാരം, ഉയരങ്ങളിൽ നിന്ന് ഈ താഴഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരേ ഒരു അവതാരം, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആരാണ്? സമ്പൂർണ്ണ ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്, ആദ്യവും അന്ത്യവും ഇല്ലാത്തവനാണ്, ആൽഫയും ഒമേഗയുമാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിങ്കൽ വസിക്കുന്നവനാണ്. ആ ദൈവം, വിശുദ്ധിയിൽ തികഞ്ഞവനായ ദൈവം, ആദ്യവും അന്ത്യവും ഇല്ലാത്ത നിത്യനായ ദൈവം സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇതൊരു ഭോഷത്വമാണെന്ന്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊരു ദൈവശക്തിയാണ്. കാരണം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചു, ഒരു കുടുംബത്തിനകത്ത് ജീവിച്ചു. ഞാനും നിങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സകല വേദനയും ഭാരവും പ്രയാസവും കണ്ണുനീരും ഒക്കെ യേശുവും ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണ്. യേശു ദൈവമായതുകൊണ്ട് രാജകൊട്ടാരത്തിൽ പാർത്ത വ്യക്തിയല്ല. യേശു ദൈവമായതുകൊണ്ട് വലിയ സൈനാധിപനായി പാർത്ത വ്യക്തിയല്ല. യേശു ദൈവമായിരുന്നു അപ്പോൾ തന്നെ സമ്പൂർണ്ണ മനുഷ്യനായി. വഴിയമ്പലത്തിൽ പോലും ഇടം കിട്ടാതെ കീറ്റുശീലക്കകത്ത് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയ യേശു ക്രിസ്തു അവിടെ മുതൽ തന്റെ മരണം വരെയും താൻ ത്യജിക്കപ്പെട്ടവനായി, തള്ളപ്പെട്ടവനായി കൂടെ നടന്ന ശിഷ്യൻ, അരിമശിഷ്യൻ, കൂടെ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചവൻ, ഒരു പായിൽ കിടന്നുറങ്ങിയവൻ ഒറ്റിക്കൊടുത്തു. ജീവിതം മുഴുവൻ തള്ളപ്പെട്ടവനായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒറ്റപ്പെടിയിൽ അനുഭവിക്കുന്ന, ജീവിതത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളും വേദനകളും മാനസിക സംഘർഷത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്ന സകല ജീവിത അനുഭവങ്ങളിലൂടെയും കടന്നുപോയ വ്യക്തിയാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നമ്മളെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. എന്റെ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ നാട്ടുകാർക്കോ എന്നെ മനസ്സിലായില്ലെങ്കിലും എന്നെ നന്നായി എന്റെ വേദനകളെ മനസ്സിലാക്കുന്ന, എന്റെ ബലഹീനതകളെ മനസ്സിലാക്കുന്ന, എന്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കുന്ന, എന്റെ മാനസിക സംഘർഷങ്ങളെ മനസ്സിലാക്കുന്നവനാ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു, സമ്പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ യേശു മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചു. അതാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. പാപത്തിന്റെ പരിഹാരത്തിനായി എത്രയോ കാലം എത്രയോ യാഗങ്ങളും കർമ്മങ്ങളും കർമ്മകാണ്ഡങ്ങളും ഒക്കെ നടത്തി. നമ്മുടെ ഭാരതത്തിലെ മതങ്ങളും അത്തരത്തിലുള്ള യാഗങ്ങൾ നടത്തിയവരാണ്. ലോകത്തിലെ എല്ലാ മതങ്ങൾക്കകത്തും ഇത്തരം പാപപരിഹാരത്തിന് വേണ്ടി ഒരുപാട് കർമ്മങ്ങളുണ്ട്. ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന ബുദ്ധമതം പോലും പലതരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. എന്ന സകല കർമ്മങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ ക്രൂശിൽ യേശു ക്രിസ്തു യാഗമായി തീർന്നു. അതാണ് സുവിശേഷം. ഞങ്ങൾ ഈ തെരുക്കോടിൽ നിന്ന് പ്രസംഗിക്കുന്നത്. യേശു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, യേശു മരിച്ചത് ഏതെങ്കിലും സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ യേശു മരിച്ചത് ഏതെങ്കിലും ദേശക്കാർക്ക് വേണ്ടി മാത്രമല്ല, സകല മാനവകുലത്തിനും വേണ്ടി, സകല ഭാഷയിലും ജാതിയിലും വർഗത്തിലും സകല വിധത്തിലുള്ള ലിംഗ വ്യത്യാസമില്ലാതെ സകല പ്രായത്തിലും പെട്ട ഭൂമിയിൽ ജനിച്ചു വീണ സകല മനുഷ്യനും വേണ്ടി അവന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരിയിൽ യേശു ക്രിസ്തു യാഗമായി മാറി.
പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ യാഗമാണ്. കാൽവരിയിൽ 2 കരങ്ങളും വിരിച്ച് കാലുകൾ ചേർത്തടിക്കപ്പെട്ടവനായി പച്ച പൈന്മര കുരിശിൽ മനുഷ്യന് തോന്നാത്തവണ്ണം വിരൂപനാക്കപ്പെട്ട് ശരീരം മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ട് തലയിൽ മുൾമുടി ധരിച്ച് നിന്ദിക്കപ്പെട്ടവനായി, തുപ്പലേറ്റവനായി, താടിരോമം പിഴുതെടുത്തവനായി, മനുഷ്യനെന്ന് തോന്നാത്തവണ്ണം ഒരു മാംസപിണ്ഡം പോലെ തൂങ്ങിക്കിടന്നത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനാ. യേശു വിളിച്ചു പറയുന്നു, സകലതും നിവർത്തിയായി. പാപത്തിന്റെ പരിഹാരത്തിനായി ഇനി കർമ്മങ്ങൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട, അനുഷ്ഠാനങ്ങൾ വേണ്ട, തീർത്ഥാടനങ്ങൾ വേണ്ട, പെരുന്നാളുകൾ വേണ്ട, ഉത്സവങ്ങൾ വേണ്ട, ഒന്നും വേണ്ടെന്നേ ഒറ്റ വാക്കിരിക്കുന്ന ഇരിപ്പിൽ ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച്, യേശുവേ ഞാൻ പാപിയാണ്, ഈ പാപത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ മറ്റൊരു മാർഗവുമില്ല, നീ എന്നെ സഹായിക്കണമേ എന്ന് പറയാമെങ്കിൽ ഇന്ന് പകൽ യേശു ക്രിസ്തു നിങ്ങളുടെ അകത്തേക്ക് വരികയാണ്. യേശു ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ അകത്തേക്ക് പകരുകയാണ്. പാപമില്ലാത്ത പരമപരിശുദ്ധനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ അകത്തേക്ക് പകർന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുട്ടും അന്ധകാരവും നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന തിന്മയും പാപവും യേശു എടുത്തു മാറ്റുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പുതു സൃഷ്ടിയായി മാറാൻ കഴിയും. അതുകൊണ്ട് ഈ തെരിക്കോട് നിന്നോട് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു മതം, നിങ്ങളെ വിളിക്കുന്നത് മതത്തിലേക്കല്ല, സഭയിലേക്കല്ല, സംഘടനയിലേക്കല്ല. ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയായി മാറാനാ. തികച്ചും സൗജന്യമായി 5 പൈസയുടെ ചെലവില്ലാതെ, യാതൊരു വിധത്തിലുള്ള നേർച്ചകളോ കാഴ്ചകളോ തീർത്ഥാടനങ്ങളോ ചെയ്യാതെ, പ്രത്യേകിച്ച് യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിപ്നോട്ടിസമോ വെസ്പറിസമോ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവേ ഞാൻ പാപിയാണ്, നീ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ യേശുവിന്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി മാറും. അതിന് ഉദാഹരണമാണ് ഈ നിൽക്കുന്ന ഞങ്ങളൊക്കെ. എന്താ ഞങ്ങളൊക്കെ ഈ തെരിക്കോട് യേശുവിനെ പ്രസംഗിക്കുന്നത്? ഇത് ഞങ്ങൾക്ക് വേറെ ജോലിയില്ലാഞ്ഞിട്ടോ ഞങ്ങൾക്ക് ആർക്കും വേറെ എന്തെങ്കിലും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഒത്തിരി തിരക്കുള്ളവരാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ. കാരണം പാപത്തിന്റെ അടിത്തട്ടിൽ വീണുപോയി പുറത്തു വരാൻ കഴിയാതെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കുടുംബത്തിനകത്ത് കലഹവും കുടുംബത്തിനകത്ത് പ്രത്യാശ നഷ്ടപ്പെട്ട നിരാശയുടെ നടുവിൽ ആത്മഹത്യക്കൊക്കെ ഇറങ്ങി തിരിച്ചവരാ ഞങ്ങളിൽ പലരും. ജീവിതത്തിൽ പ്രത്യാശയില്ലാതിരുന്നപ്പോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഞങ്ങൾക്ക് പുതുജീവൻ പകർന്ന ഞങ്ങളെ പുതു സൃഷ്ടിയാക്കി മാറ്റിയ ഒരുവനുണ്ട്. അവന്റെ പേരാ നസ്രയനായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് ഒരു പുതിയ സൃഷ്ടിയാകാൻ കഴിയും. ഈ ലഹരി പദാർത്ഥങ്ങളിൽ പുറത്തു വരാൻ കഴിയും. ഈ ക്രിമിനൽ സ്വഭാവങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. ഈ അക്രമവാസനകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. നിങ്ങളുടെ കുടുംബത്തിലും സമാധാനം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലും പ്രത്യാശ വെളിപ്പെടും. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി. യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ്, ഇത് കർമ്മമാർഗമല്ല. ഒരു കർമ്മവും കൂടാതെ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് ഇന്ന് പകൽ പുതു സൃഷ്ടിയായി മാറാൻ കഴിയും. യേശു ക്രിസ്തുവിനെ എല്ലാവരും പോലെ അടക്കി. എന്നാൽ യേശു ക്രിസ്തു ലോക ചരിത്രത്തിൽ തന്നെ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത അത്ഭുതമായി കല്ലറയെ ഭേദിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ താൻ ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തി. അവൻ ശക്തിയോടെ താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തി. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മരിച്ച കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയ ഒരു യേശു ക്രിസ്തു അല്ല, അതിനപ്പുറം ഉയർത്തെഴുന്നേറ്റ ഒരു യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിങ്ങളുടെ പഴയ മനുഷ്യനെ യേശുവിനോടൊപ്പം ക്രൂശിച്ച് യേശുവിനോടൊപ്പം ആ പഴയ മനുഷ്യനെ അടക്കം ചെയ്ത് യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് ഒരു പുതു സൃഷ്ടിയായി ജീവിക്കാൻ കഴിയും. ഇതാ ഞങ്ങൾ നൽകുന്ന വാഗ്ദാനം. കാർ തരാമെന്നല്ല, വീട് തരാമെന്നല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളെ അമേരിക്കയെ കൊണ്ടുപോകാനല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ സാമ്പത്തികമോ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദത്തങ്ങളല്ല നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒറ്റ വാഗ്ദത്തം ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെക്കട്ടെ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുതു സൃഷ്ടിയായി പാപത്തെ പരാജയപ്പെടുത്തി പാപത്തിന്റെ മേൽ ജയം പ്രാപിച്ച് ജീവിക്കാൻ കഴിയും. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിൽ മാത്രമാണ് രക്ഷ. ആ നാമത്തിലൂടെ മാത്രമേ പുതു സൃഷ്ടിയായി മാറാൻ കഴിയൂ. ഇന്ന് ചാനലുകളും അല്ലെങ്കിൽ മറ്റ് സംഘടനകളും ഒക്കെ ഒത്തിരി ലഹരിക്കെതിരെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. എന്നാൽ എത്രയോ കാലം കൊണ്ട് തെരിക്കോടുകൾ ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നതാ. നിശബ്ദ വിപ്ലവം പോലെ അനേകായിരങ്ങളെ ലഹരിയിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും തകർച്ചകളിൽ നിന്നും ജീവനിലേക്ക്, ജീവന്റെ പുതുക്കത്തിലേക്ക് കരം പിടിച്ചുയർത്തിയ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം. അതുകൊണ്ടാ ഞങ്ങൾ ലജ്ജ കൂടാതെ ഇവിടെ ഉയർത്തുന്നത്. നിങ്ങൾക്കും ജീവിതത്തിൽ പ്രത്യാശയോടെ പുതുക്കത്തോടെ മുന്നോട്ട് പോകാം. നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാ ക്രിസ്തുവിനോടുള്ള നിത്യജീവനിലേക്ക്, നിത്യസമാധാനത്തിലേക്ക്, നിത്യമായ ആനന്ദത്തിലേക്ക്, പാപമോചനത്തിലേക്ക്, വീണ്ടെടുപ്പിലേക്ക് ഒക്കെ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാ. ഈ സന്ദേശത്തെ തള്ളിക്കളയാതെ ദൈവസനെ സമർപ്പിക്കുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.